ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ഇസ്മി ലക്ഷ്മി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 18ാം ശതകത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന സുൽത്താനായ ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള കഥയാണ്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും നായകൻ വില്ലനും വില്ലൻ നായകനുമായി മാറുന്നുണ്ടോ? നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിനി ചരിത്രത്തിലേക്ക് പോകാം. മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ നാമം ഫത്തഹ് അലി ഖാൻ ടിപ്പു എന്നായിരുന്നു. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി ഫക്രുദ്ദീസയുടെയും സീമന്തപുത്രനായി 1780 നവംബർ 20 ടിപ്പു സുൽത്താൻ ജനിക്കുന്നത്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 33 കിലോമീറ്റർ അകലെയുള്ള കോലാർ എന്ന് പറയുന്ന ജില്ലയിലെ ദേവനഹള്ളിയിലാണ് ടിപ്പു ജനിക്കുന്നത്. ആ ഒരു സ്മാരകമാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്, ടിപ്പുവിൻ്റെ ബർത്ത് പ്ലേസ്. അപ്പോൾ വിശുദ്ധനായ ടിപ്പു മസ്താൻ ഓലിയുടെ പേരിന് സാമീപ്യമുള്ള ടിപ്പു സുൽത്താൻ എന്ന പേര് മാതാപിതാക്കൾ ഈ കുട്ടിക്ക് നിർദ്ദേശിക്കുകയാണ്. ആ സമയത്ത് ടിപ്പുവിൻ്റെ അച്ഛനായിരുന്ന ഹൈദരാലി മൈസൂർ ഭരിക്കുമായിരുന്നു കേട്ടോ. മൈസൂരിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈദരാലി ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു. അതായത് ആ സ്ഥലത്ത് തുടർന്ന് താമസിക്കാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒട്ടും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ ഹൈദരാലി കുടുംബത്തെയും കൊണ്ട് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശ്രീരംഗപട്ടണം തിരിച്ചു പിടിച്ച് തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായി ബാംഗ്ലൂരിലേക്ക് ഹൈദരാലി മാറ്റുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിതാവായ ഹൈദരാലിക്ക് കാര്യമായ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നതിലൂടെ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു: തൻ്റെ മകനെ എന്തായാലും നല്ലൊരു വിദ്യാഭ്യാസം നൽകണമെന്നും സമർത്ഥനാക്കണമെന്നും അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി ടിപ്പു സുൽത്താനെ മിടുക്കരായ അധ്യാപകരെ കൊണ്ടുള്ള പരിശീലനം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈദരാലി നൽകുകയാണ്. മിടുക്കനായ ഈ കുട്ടി കുതിരസവാരിയും വാൾപ്പയറ്റും മറ്റ് ആയോധന കലകളൊക്കെ വേഗം തന്നെ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മലബാറിനെ ആക്രമിക്കുന്ന സമയത്ത് ഹൈദരാലിയുടെ കൂടെ പിതാവിനെ സഹായിക്കാൻ ആ ബാലനുണ്ടാവുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ യുദ്ധതന്ത്രങ്ങളും ഭരണകാര്യങ്ങളിലേക്ക് ടിപ്പു പ്രഗത്ഭനായി മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായി ഹൈദരാലി മാറുമ്പോൾ മകൻ്റെ പങ്ക് നിസ്സാരമായിരുന്നില്ല. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്ന ടിപ്പുവിൻ്റെ ജീവിതസഖിയായി എത്തുന്നത് സുൽത്താന ബീഗം, റൂഖിയ ബീഗം എന്നിവരായിരുന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ടിപ്പുവിൻ്റെ ജീവിതത്തിലെ നിർണായകങ്ങളായ യുദ്ധങ്ങളെ ഇനിയാണ് തുടങ്ങുന്നത്. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി വിജയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് മറാഠ മൈസൂർ യുദ്ധം. ഈ യുദ്ധത്തിലാണ് ഹൈദരാലി യുദ്ധക്കളത്തിൽ വെച്ച് ടിപ്പു സുൽത്താൻ മർദ്ദിക്കുകയും അതിൽ ശുംഭിതനായ ടിപ്പു സുൽത്താൻ വാളും തലപ്പാവും വലിച്ചെറിഞ്ഞ് ഇനിയൊരിക്കലും അത് ധരിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യുകയും ചെയ്യുന്നത് ഈ യുദ്ധത്തിലാണ്. കറക്റ്റ് വർഷം പറയാനുണ്ടെങ്കിൽ 1769 മറാഠ മൈസൂർ യുദ്ധം നടക്കുന്നത്. മറാഠ സൈന്യം മൈസൂരിനെ ആക്രമിക്കുക ചെയ്യുന്നത്. സ്വാഭാവികമായും മറാഠ സൈന്യം മൈസൂരിനെ ആക്രമിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടി ശക്തനായ ഭരണാധികാരികളായിരുന്ന ടിപ്പുവും ഹൈദരാലിയും ഇത് കണ്ടു നിൽക്കാൻ തയ്യാറായിരുന്നില്ല. പിതാവ് മകനെ നിർദ്ദേശം കൊടുത്തു, മറാത്ത സൈന്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണമെന്ന്. തൻ്റെ പിതാവ് തന്നിൽ ഏൽപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനായി മറാത്ത സൈന്യത്തിനെതിരെ ടിപ്പു ധീരമായി പോരാടുകയാണ് ചെയ്യുന്നത്. എന്നാൽ യുദ്ധത്തിനിടെ നടന്ന ചില ആശയക്കുഴപ്പങ്ങൾ കാരണം ഹൈദരാലി തൻ്റെ പ്രിയപുത്രനെ യുദ്ധഭൂമിയിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി. അതിൽ മനംനൊന്ത് ശുംഭിതനായ ടിപ്പു വാളും തലപ്പാവും ഊരിയെറിഞ്ഞു താനിത് ധരിക്കില്ല എന്ന് ശപഥം ചെയ്തു മടങ്ങുന്നു. എന്നാൽ മറാഠകൾ ഹൈദരാലിയെ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. തൻ്റെ പിതാവിനെ പരിചയപ്പെടുത്താൻ മറാഠ സൈന്യത്തിനെ വെറുതെ വിടാൻ ടിപ്പു തയ്യാറായിരുന്നില്ല. ഇത് കണ്ടുകൊണ്ട് കൈകെട്ടി നോക്കി നിൽക്കാനും ടിപ്പു നിന്നില്ല. വീണ്ടും യുദ്ധം തുടർന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ അടുത്തൊരു പാർട്ടിലായിരിക്കും കേട്ടോ വരണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടിപ്പുവിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി. ടാറ്റാ ബൈ ബൈ.